ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റഡി ടേബിൾ ഓർഗനൈസേഴ്സിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബുക്ക് ഓർഗനൈസർ, ഒരു ബുക്ക് ഹോൾഡർ ആണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഈ ഒരു വീഡിയോ, ഇതുണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ ഈ ഒരു ബുക്ക് ഹോൾഡർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന മെത്തേഡ് ഞാനൊന്നും കൂടി കാണാത്തവർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലൊരു ബോക്സ് ഇപ്പം എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചേനെ കേട്ടോ. പണ്ടെടുത്ത വീഡിയോ ആയത് കാരണം അതിൻ്റേതായി കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ സാരിയോ ചുരിദാറൊക്കെ വാങ്ങുമ്പോൾ ബോക്സ് കിട്ടുമല്ലോ, ആ ബോക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് ഹോൾഡർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ബോക്സ് ഇല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ബോക്സ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ട് ഒരു ബുക്ക് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ പുതിയതായി കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതിന് കൊടുക്കുന്ന ഒരു കവറിങ് മെത്തേഡാണ്. അതായത് ആകെ മുഷിയില്ല, കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളതിനെ കവർ ചെയ്തിട്ടുള്ള കടലാസൊക്കെ ആകെ മുഷിയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനിതൊന്ന് രണ്ടാമത് വേറെ കടലാസൊക്കെ വെച്ച് പൊതിഞ്ഞെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെയാണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാനിതൊന്ന് പുതുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പുതിയതായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോക്സ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഗ്ലൂഗൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫെവിക്കോള് ബോണ്ടൊക്കെ വെക്കുകയാണെങ്കിൽ ഒട്ടും. പക്ഷേ കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, 2 വർഷത്തോളമായി ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് ഈ ഒരു ബുക്ക് ഹോൾഡർ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വലിച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ ബുക്ക് ഹോൾഡർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഞാൻ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ മൂന്നാമത് ആണ് ഇപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഒന്ന് പുതുക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ജൂട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ റെയിൻബോ തീമിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജൂട്ടിൻ്റെ കവർ കൊണ്ട് മൊത്തത്തിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ രീതിയിൽ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജൂട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫെവിക്കോളിനേക്കാളും നല്ലത് ഫെവി ബോണ്ടാണ് കേട്ടോ. അതാണ് കൂടുതൽ പെട്ടെന്ന് ഒട്ടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാണുമ്പോൾ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ കിട്ടും ചെയ്യും. നല്ലൊരു റിച്ച് ലുക്കാണല്ലോ.
ഞാൻ ചാക്കുചരടും മാലമുത്തുകളും പിന്നെ പഴയൊരു ഫ്ലവർ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബുക്ക് ഓർഗനൈസ്ഡ്. ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാലും മതി. ഇത് തന്നെയാണെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ഓർഗനൈസറായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.